അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ബദാം കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ബദാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റാം. ഇപ്പൊ ബദാമിന്റെ തൊലി മുഴുവനും മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിപ്പോ 10 ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് രണ്ടുമാണ് ആവശ്യം. ബദാം തൊലി മാറ്റിയതും അതുപോലെ തന്നെ ഡേറ്റ്സും ആണ് വേണ്ടത്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് തൊലി മാറ്റിയ ബദാം മുഴുവനും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുരുമാറ്റിയ ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമെങ്കിലും എടുക്കുക, എന്നാൽ മാത്രമേ ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ബദാമും ഡേറ്റ്സും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇപ്പൊ കണ്ട നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുതിർന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. കുറച്ച് സമയമാകുമ്പോൾ ഇത് കുതിർന്ന് കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. വാനില കസ്റ്റേർഡ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില കസ്റ്റേർഡ് പൗഡർ തന്നെ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ പാല് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഫുഡ് കളറിന് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് മഞ്ഞ കളർ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ നല്ല കട്ടിയുള്ള 1 ലിറ്റർ പാല് ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പാല് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് ചൂടായതിനു ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ ഡേറ്റ്സ് അരച്ചത് ചേർക്കുന്നത് കൊണ്ട് ഡേറ്റ്സിൽ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പൊ പാല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. തിളച്ചിട്ടൊന്നുമില്ല, നല്ലതുപോലെ ചൂടായിട്ട് മാത്രമേ ഉള്ളൂ. ഇനി നല്ലോണം ചൂടായ പാലിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബദാമിന്റെയും ഈ ഡേറ്റ്സിന്റെയും ഒക്കെ പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക അതിന്റെ തൊണ്ടൊക്കെ മാറ്റിയതിനു ശേഷം അതിന്റെ കുരു ഒന്ന് തല്ലി എടുത്തിട്ടുള്ളതാണ്. ഇടികല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തല്ലി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ, ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. പഞ്ചസാരയും കൂട്ടി ചേർത്തതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ല സാധാരണ പഞ്ചസാര ചേർക്കാത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്ക പൊടിയോ ഏലക്കയോ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിതിൽ കസ്റ്റേർഡ് പൗഡർ കലക്കിയത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനിലയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ ഇതിന് കിട്ടും. പിന്നെ നമുക്ക് ബദാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ബദാമിന് ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പൊ അതായത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ അല്ലേ, അത് 1 പ്രാവശ്യം കൂടെ നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റേർഡ് പൗഡറിന്റെ മിക്സ്
ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പം എനിക്ക് അത്യാവശ്യം മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ മധുരം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി ഒരുപാടിട്ട് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇത് നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നല്ലതുപോലെ ഇതിന്റെ ചൂട് മാറണം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാട പോലെ കെട്ടിക്കിടക്കും. ഇപ്പൊ ഒട്ടും തന്നെ ചൂടില്ല. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡേറ്റ്സ് അടിച്ചെടുത്തപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം ഇനി ഇതിലേക്ക് നിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡേറ്റ്സിൽ അത്യാവശ്യം മധുരമുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഈ ഡ്രിങ്ക് തണുപ്പിച്ചതായി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബദാമും പിസ്തയും കൂടെ പൊടിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതൊന്നും ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ബദാമും പിസ്തയും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തും ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്